ഹലോ ഗൈസ്, ഡേ 3 നമ്മൾ നദില പാസിലേക്ക് പോവാണ്. നദില പാസ് പോകാൻ നമ്മൾ ടീമായിട്ട് നമ്മുടെ ടീം ഏതാ എല്ലാവരും ഉണ്ട്. ഡേ 3 നമ്മൾ മഞ്ഞ് കിട്ടുമില്ല, നമ്മൾ ഡൗട്ട്. ഉച്ചയ്ക്ക് മഞ്ഞ് ചിലപ്പോൾ പെയ്യുന്ന പറഞ്ഞത്, മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. അതാ റെയിൻകോട്ട്. എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. കുറേ വണ്ടിയുണ്ട്. നമ്മൾ 8 പേരില്ലാത്തതുകൊണ്ട് ചെറിയ വണ്ടി ഉണ്ടാവും പറഞ്ഞത്. അപ്പോൾ നോക്കാം. ചെറിയ വണ്ടിയിലേക്ക് പോകത്തില്ല. വണ്ടി ഉണ്ടാവില്ല. ഉച്ചയോടെ പോകും ഇപ്പോൾ. എന്തായാലും വണ്ടിക്ക് റിവേഴ്സ് കിട്ടുന്നുണ്ട്. ഓക്കെ, ബൈ. हिंदी अच्छे से बोलते हैं ना? वो मध्य प्रदेश वाला। जेब में तुम्हें चीनी और दूध डाल के बैठना पड़ेगा। अरे ऊपर बैठेंगे तो कुल्फी हो जाएगी ना? हाँ। कुल्फी खा लेंगे हम। बढ़िया, आपके लिए कुल्फी का इंतजाम करेंगे हम लोग। नाक से इतना बड़ा बटर भी गिरेगा। क्रीम का टेंशन नहीं है, नाक से निकलेगा, अपने आप निकल जाएगा। अरे मिल जाएगा। हम लोग जाएगा फिर आते समय हम लोग ये पॉइंट हमने कितना ना ബാക്കിയുള്ള അവിടെ ഉണ്ട്. പറഞ്ഞോ റെക്കോർഡിങ്ങാ ഇങ്ങനെയല്ലേ? ഹലോ ഗൈസ്, ഞാനാണ് രാഹുലാണ്. നമ്മളിപ്പോൾ ഇന്ത്യനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്ന നാഥുല പാസിൻ്റെ അടിയിലാണ് നിൽക്കുന്നത്. ഇവിടെ -2°C ആണ് തണുപ്പ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് തണുക്കാൻ കഴിയാത്തത്ര തണുപ്പാണ്. എനിക്ക് നേരെ നിന്ന് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല, കാരണം വായ കിടന്ന് വിറയ്ക്കുവാണ് ഗൈസ്. ആക്ച്വലി ഇന്ത്യയിൽ പ്രധാനമായിട്ടും 4 ചുരങ്ങളാണ് ഉള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചുരങ്ങളിൽ ഒന്നാണ് നാഥുല പാസ്. സിക്കിമിനെ ടിബറ്റിനെ ബന്ധിപ്പിക്കുന്ന ഒരു ചുരമാണ് നാഥുല പാസ്. അപ്പം ഓക്കെ ഗൈസ്. രണ്ടുവണ്ടി മാത്രം പോന്നോളാ മക്കളെ നോക്ക്, സ്നോഫോൾ. സ്നോ വീണു. സ്നോ അതാ അത്തുല പാസിൽ സ്നോ വീണ്. ഇവിടെ മെത്ത് ഫുൾ സ്നോ. ലൈന് വിറക്കിണ്ട്. മക്കളെ സ്നോ ഇതുണ്ട്. കുറേ പേരുണ്ട് കേട്ടോ ഇത് കാണാനായിട്ട്. പിന്നെ അവിടെ എത്തിയിട്ട് നോക്കാം എന്താ അവസ്ഥ. കാണും എല്ലാരും കാണും. മഞ്ഞ്
ഇവിടെ മഞ്ഞ് വീഴാണ് മഞ്ഞ് വീണ് ഞാൻ നമ്മൾ നിൽക്കുന്നത് അവിടെ കണ്ണിലേക്ക് അടിക്കുന്നു ഗൈസ്. മഞ്ഞൊക്കെ കണ്ണിലേക്ക് അടിക്കുന്നു. ഞങ്ങൾ ആദ്യം വന്നാ നീ ഹലോ ഗൈസ്, നമ്മളിപ്പം സിക്കിമിലെ പ്രശസ്തമായ സോമോഗോ ലേക്കിലാണുള്ളത്. ഈ സോമോഗോ ലേക്കിൻ്റെ സമീപഭാഗത്തായിട്ട് യാക് സഫാരിയുമുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഒരുപക്ഷെ സിക്കിമിൽ പിന്നെ ഹിമാചൽ പ്രദേശിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഇത്തരത്തിലുള്ള യാക് സഫാരിയൊക്കെ. ഇത് മസ്റ്റ് ട്രൈ ആണെന്ന് ചോദിച്ചാൽ മസ്റ്റ് ട്രൈ ഒന്നുമില്ല, എങ്കിലും ഒരു വ്യത്യസ്തമായൊരു അനുഭവമാണ് യാക് സഫാരി എന്ന് പറയുന്നത്. ഒരാൾക്കൊരു 100 രൂപയാകും. മിസ്സിന് എന്തെങ്കിലും പറയാനുണ്ടോ? അടിപൊളിയാണ്, ഞാൻ കേറി. മസ്റ്റ് ട്രൈ അല്ല, എന്റേത് ആർമിക്കാരെ വണ്ടിയിൽ മുന്നിൽ വരെ ഓടി. പക്ഷെ അത് കുഴപ്പമില്ല, നമുക്കിത് എപ്പോഴും ട്രൈ ചെയ്യാൻ പറ്റത്തില്ലോ, അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യാം വരുമ്പോഴൊക്കെ. ഓക്കെ ഗൈസ്, നോട്ട് വെർത്ത് ഫോർ 100. ഒന്നും അറിയില്ല. യാക്ക് സഫാരി ഒരു യാക്ക് പിടിച്ചു. ഇവിടെ മെയിൻ യാക്ക് സഫാരിയാണ്. പിന്നെ ഈ കുളമൊക്കെ ഉണ്ട്, സോമോങ്കോ കുളം. മൊത്തത്തിൽ കൊള്ളാം, നല്ല തണുപ്പുണ്ട്. മൈനസ് ഒന്നല്ല, എന്നാലും തണുപ്പ് തന്നെ ഉണ്ട്. ഓക്കെ ഓക്കെ, ബൈ 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 ബൈ. What